എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസിൽ റിലേറ്റഡ് ആയിട്ടുള്ള 2 ഫോർമുലാസ് നിങ്ങൾ പഠിച്ചാൽ ഇനി വരുന്ന എക്സസൈസുകൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത് x1 x2 x3 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ നിങ്ങൾക്ക് എക്സ് എൻ കാണണമെന്ന് വിചാരിക്കുക. എൻ എന്ന് പറഞ്ഞാൽ nth ടേം, ഏതെങ്കിലും ഒരു ടേം ആയിരിക്കാം. എക്സ് എൻ എന്ന് പറയുന്നത് ഏത് ടേമാണോ തന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ആ ടേം കാണാനായിട്ട് എക്സ് എൻ എന്ന് പറയുന്നത് x1 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് വെച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ x1 ആണ് കാണാൻ പറഞ്ഞാൽ, ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? xn മൈനസ് n-1 ഇൻറ്റു ഡി. ഇതൊന്ന് നല്ലപോലെ പഠിച്ചു വെച്ചാൽ ഏത് ക്വസ്റ്റ്യനും nth ടേമും കാണാം, ഫസ്റ്റ് ടേമും കാണാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. x1 എന്ന് പറയുന്നത് xn മൈനസ് ഓഫ് n-1 ഇൻറ്റു ഡി. ഇനി 2 എക്സാമ്പിൾ വെച്ച് ചെയ്യാം. ആദ്യം xn കാണാനുള്ള ഒരു എക്സാമ്പിൾ നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 15 പ്ലസ് 3 18 21 അങ്ങനെ പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫൈൻഡ് ഏതെങ്കിലും ഒരു ടേം പറയൂ. എക്സ് 10th ടേം എന്തായിരിക്കും എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ ആദ്യം എന്തൊക്കെ അറിയണം? ഫസ്റ്റ് ടേം അറിയണം. ഫസ്റ്റ് ടേം തന്നിട്ടില്ലേ? x1 നിങ്ങൾക്കറിയാമല്ലോ, 15. ഇനി അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കാണാൻ നിങ്ങൾക്കറിയാം, കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. 18 നിന്ന് 15 കുറയ്ക്കുക. x2 മൈനസ് x1 എന്താണ്? 3. ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? x10 കാണാൻ പറ്റും. x10 എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 10-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ x10 എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 പ്ലസ് 9d എന്ന് പറഞ്ഞാൽ x1 എന്താണ്? 15, പിന്നെ 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3. അപ്പോൾ എന്ത് ഉത്തരം കിട്ടും? 15 പ്ലസ് 27. ആൻസർ എന്തായി? പ്ലസ് ചെയ്യുക 42. അപ്പോൾ എത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? 10th ടേം കണ്ടുപിടിക്കാൻ x1 പ്ലസ് n-1 ഇൻറ്റു ചെയ്താൽ മതി. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. 2 ടേം തന്നിട്ടുണ്ട്. x3 തന്നിട്ടുണ്ട് 15, അതുപോലെ x8 തന്നിട്ടുണ്ട് 35. നിങ്ങളോട് ഫൈൻഡ് x1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം കാണാനായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ അറിയണം? nth ടേം അറിയണം, ഏതെങ്കിലും ഒരു ടേം അറിയണം, അതുപോലെ കോമൺ ഡിഫറൻസ് അറിയണം. അപ്പോൾ നിങ്ങൾക്ക് 2 ടേം കിട്ടിയാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കോമൺ ഡിഫറൻസിൻ്റെ ഫോർമുല x8 അറിയാം, x8 മൈനസ് x3 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ എന്തായിരിക്കും ആൻസർ? 20/4. കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 4. കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ നമുക്ക് ഏത് ടേം വേണം? x1 കണ്ടുപിടിക്കാം. x1 എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് ഫോർമുല? x1 ഈസ് ഈക്വൽ ടു, ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക. x3 എടുക്കുക അല്ലെങ്കിൽ x8 എടുക്കുക, ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ x3 ആണ് നിങ്ങൾ എടുത്തത് എങ്കിൽ x3 മൈനസ് n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 3 ആണ് എടുത്തെങ്കിൽ 2 ടൈംസ് ഡി. കാരണം x3 കിട്ടാനായിട്ട് നമ്മൾ എത്ര ഡി ആണ് പ്ലസ് ചെയ്തത്? 2d ആണ് അല്ലേ? x1 കൂടെ ഒരു ഡി കൂട്ടി, x2 കൂടെ ഒരു ഡി കൂടി. അപ്പോൾ എത്ര ഡി കുറയ്ക്കണം? 2d നമ്മൾ കുറയ്ക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? n-1 ഇൻറ്റു ഡി കുറയ്ക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ x8 ആണ് നിങ്ങൾ എടുത്തതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? x8 ആണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ x1 മൈനസ് എന്ത് വരും? 7 ടൈംസ് ദ ഡിഫറൻസ്, 7ൻ്റെ ഗുണിതം ഡിഫറൻസിൻ്റെ അത്രയും ഡി നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നിങ്ങളൊന്ന് കുറച്ച് നോക്കുക. x3 എന്ന് പറയുന്നത് 15 ആണ്. 15ൽ നിന്നും 2 ഇൻറ്റു 4 എന്താണ്? 8. അപ്പോൾ 15 മൈനസ് 8 കുറയ്ക്കുക. ആൻസർ എന്തായിരിക്കും? 7. അപ്പോൾ x1 കണ്ടുപിടിക്കാൻ nth ടേം അറിഞ്ഞു കഴിഞ്ഞാൽ, nth ടേമും ഡിഫറൻസും അറിഞ്ഞു കഴിഞ്ഞാൽ x1 നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ്. ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ വരുന്ന എക്സസൈസിൽ ചെയ്യാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് എ 25th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്? 25th ടേം കാണാൻ പറഞ്ഞാൽ നമ്മൾക്ക് എന്തറിയണം? x1 അറിയണം. x1 എന്ന് പറയുന്നത് 1 ആണ്.
കോമൺ ഡിഫറൻസ് അറിയണം. ഡിഫറൻസ് 11 മൈനസ് 1 ചെയ്യുക, എന്താണ് 10. x2 മൈനസ് x1 ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഫോർമുല എന്താണ്? xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇത് നല്ല പോലെ പഠിച്ചു വയ്ക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ x25 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 എന്ന് പറയുന്നത് 1 പ്ലസ് 24 ഇൻറ്റു 10. 25 മൈനസ് 1 എന്തായിരിക്കും? 24. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പ്ലസ് ചെയ്യാൻ പാടുള്ളൂ. 1 + 24 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ. ബോർഡ് മാസ് റൂൾ. ബോർഡ് മാസ് എന്ന് പറയും ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. ബോർഡ് മാസ് റൂൾ എപ്പോഴും ഓർക്കുക. നമ്മൾ എന്താ ആദ്യം ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? അഡീഷൻ. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, അപ്പോൾ നമ്മൾ 24 ഇൻറ്റു 10 ആദ്യം ചെയ്യണം. അപ്പോൾ എന്ത് വരും? 240. അപ്പോൾ 240 പ്ലസ് 1 എന്താണ്? 241. 25ാമത്തെ ടേം എന്തായിരിക്കും? 241 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 46 എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. x10 തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 46. പിന്നെ 11th ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെഴുതും? x11 എന്ന് പറയുന്നത് എന്താണ്? 51. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഫറൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? x11 മൈനസ് x10. രണ്ട് ടേം അറിയാമെങ്കിൽ ടേം ഡിഫറൻസ് കണ്ടുപിടിക്കുക. പിന്നെ എന്ത് ചെയ്യും? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 11 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ? അപ്പോൾ ഡയറക്റ്റ് കുറച്ചാൽ മതി. 51 മൈനസ് 46 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 5. 51 മൈനസ് 46ൻ്റെ ആൻസർ എന്താണ്? 5. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം കാണാനുള്ള ഫോർമുല? x1 കാണാനുള്ള ഫോർമുല ഏതെങ്കിലും നിങ്ങൾ പഠിച്ചു. xn മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഏത് ടേമാണ് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. നിങ്ങളിപ്പോൾ x1 ഈസ് ഈക്വൽ ടു x10 ആണ് എടുക്കുന്നതെങ്കിൽ എത്ര പ്രാവശ്യം ഡിഫറൻസ് കുറയ്ക്കണം? 9 ടൈംസ് ഡിഫറൻസ് കുറയ്ക്കണം. അപ്പോൾ 46ൽ നിന്നും എത്ര 9 കുറയ്ക്കും? 9 ഇൻറ്റു എത്ര ഡിഫറൻസ് കുറയ്ക്കും? 9 ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 46 മൈനസ് 45. ആൻസർ എന്തായിരിക്കും? 1. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഫസ്റ്റ് ടേം അറിയാം, നമുക്ക് ഡിഫറൻസ് അറിയാം, പിന്നെ എന്താ എളുപ്പമല്ലേ ഫസ്റ്റ് 5 ടേംസ് എഴുതാൻ. ഫസ്റ്റ് ടേം 1 + 5 6, 6 + 5 11, 11 + 5 എന്താണ്? 16, 16 + 5 21, ഇങ്ങനെ പോവും അല്ലേ? അപ്പോൾ 5 ടേംസ് ആയില്ലേ? 1 2 3 4 5 ടേംസ് എഴുതാൻ പറഞ്ഞാൽ 5 ടേംസ് എഴുതിയാൽ ആൻസർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? അപ്പോൾ ഇവിടെ 21st ടേം കാണാൻ നമുക്ക് ഫസ്റ്റ് ടേം അറിയണം x1. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഡിക്രീസിങ് ഓർഡറിലാണ് എങ്കിൽ പോലും നമ്മൾ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ തന്നെ കുറയ്ക്കുക. എന്തായിരിക്കും ഡിഫറൻസ്? -5 ആണ്, നെഗറ്റീവ് സൈൻ വരും. ഇനി എന്താണ് കണ്ടത്? xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. സോ x21 എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 പ്ലസ് 20d. ഇപ്പോൾ x1 എത്രയാണ് ഇവിടെ? ഫസ്റ്റ് ടേം എത്രയാണ്? 100. 100 പ്ലസ് 20 ഇൻറ്റു -5 ആണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് വരും? 100 പ്ലസ് 20 ഇൻറ്റു 5 എത്രയാണ്? -100. അപ്പോൾ നോക്കുക, 100 മൈനസ് 100, 100 മൈനസ് 100. ഇത് ഡിക്രീസിങ് ആയത് കാരണം നിങ്ങൾക്ക് ടേം എന്തുകൂടി ആവാം? 0യും ആയി വരാം അല്ലേ? ഇങ്ങനെ കുറഞ്ഞ് പോവാണ്. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും വേണമെങ്കിൽ 0 വരാം. അപ്പോൾ ഇവിടെ നമുക്ക് 21st ടേം എന്തായിട്ടാണ് കിട്ടുന്നത്? 0 ആയിട്ടാണ് കിട്ടുന്നത്. 100 പ്ലസ് -100 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 100 മൈനസ് 100 ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നോക്കാം. 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 56. x10 എന്ന് പറയുന്നത് 56, x11 എന്ന് പറയുന്നത് 51. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു
51 മൈനസ് 56. ശ്രദ്ധിക്കുക, x11 മൈനസ് x10. 11th പൊസിഷനിൽ 51 ആണ്. പൊസിഷൻ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ 11ഉം 10ഉം അടുത്തടുത്ത് കിടക്കുന്നതാണ്. അപ്പോൾ എന്ത് വരും ഇവിടെ? ശ്രദ്ധിക്കുക, -5 ആയിരിക്കും. ഇനി ഫസ്റ്റ് ടേം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? x1 ഈസ് ഈക്വൽ ടു xn മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ n ഏതാണ് എടുക്കുന്നത്? x10 എടുത്തു എന്ന് വിചാരിക്കുക. x10 മൈനസ് 9d എന്ന് എഴുതുക. x10 എത്രയാണ്? 56. 56 മൈനസ് 9 ഇൻറ്റു -5. ഡിഫറൻസ് എന്താണ്? -5 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 56, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. രണ്ട് മൈനസുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും? പ്ലസ് ഇടും അല്ലേ? -9 ഇൻറ്റു -5. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ്. അപ്പോൾ ഇവിടെ പ്ലസ് ആയി മാറി. 9 5s are 45. അപ്പോൾ രണ്ടും കൂടി കൂട്ടുക, 101. x1 ഫസ്റ്റ് ടേം എന്തായിരിക്കും? അപ്പോൾ 101 ആണ്. അത് കുറഞ്ഞു വരികയാണ്. അതാണ് ഫസ്റ്റ് ടേം വലുത് വരുന്നത്. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഫസ്റ്റ് ടേം, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം, ഫസ്റ്റ് ടേം എന്താണ്? 101. പിന്നെ അതിന് 5 കുറയ്ക്കുക. 101 മൈനസ് 5 എത്ര വരും? 5 കുറച്ച് എഴുതാം. 96. 96ന്ന് 5 പോയാൽ 91. 91 മൈനസ് 5 ചെയ്താൽ എത്രയായിരിക്കും? 86. 86ന്ന് 5 പോയാൽ എത്രയായിരിക്കും? 81. അപ്പോൾ 5 ടേംസ് ആയോ? 5 ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആൻസറായി. പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻസ് ചെയ്യാം. തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 15 എന്ന് പറഞ്ഞാൽ x3 തന്നിട്ടുണ്ട്, 15 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? x8 എന്ന് പറയുന്നത് 35 ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഇസ് 13th ടേം? 13th ടേം കാണാനായിട്ട് നമുക്ക് x1 കണ്ടുപിടിക്കണം, d കണ്ടുപിടിക്കണം, n കണ്ടുപിടിക്കണം. n 13 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? d കണ്ടുപിടിക്കുക. d ഈസ് ഈക്വൽ ടു എന്ത് വരും? x8 മൈനസ് x3 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3. അപ്പോൾ x8 എന്ന് പറയുന്നത് എന്താണ്? 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എന്ത് വരും? 20/5. ഡിഫറൻസ് എന്ത് കിട്ടി? 4 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? x1 കണ്ടുപിടിക്കണം. x1 കാണാനായിട്ടുള്ള ഫോർമുല എന്താണ്? xn മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ xn എന്ന് പറയുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും xn ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എന്താണ്? x3 ആണ് എടുക്കുന്നത് വിചാരിക്കുക. x3 ആണ് എടുക്കണമെങ്കിൽ x3 മൈനസ് 2d. അപ്പോൾ x3 എന്തായിരിക്കും? 15 മൈനസ് 2 ഇൻറ്റു 4. അപ്പോൾ x1 നമുക്കിപ്പോൾ കിട്ടും 15 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 7. അപ്പോൾ ഫസ്റ്റ് ടേം 7, കോമൺ ഡിഫറൻസ് 4. ഇനി നമ്മളോട് എന്താണ്? 13th ടേമും 23rd ടേമുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫോർമുല xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ x1 എന്ന് പറയുന്നത് എത്രയാണ്? 7 പ്ലസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എത്രാമത്തെ ടേമാണ്? 13th ടേമാണ്. അപ്പോൾ n എന്താണ് ഇവിടെ? 13 ആണ്. അപ്പോൾ എന്ത് വരും? 12d. 13 മൈനസ് 1 12d. അപ്പോൾ 7 പ്ലസ് 12 ഇൻറ്റു 4. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 7 പ്ലസ് 84. 7 പ്ലസ് 84 എന്തായിരിക്കും ആൻസർ? 91. അതുപോലെ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? 23rd ടേം എന്താണ്? അപ്പോൾ നമ്മൾ x23 കാണാം. x23 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x1 എത്രയാണ്? x1 പ്ലസ് 22d. അപ്പോൾ x1 നമുക്കറിയാം 7 പ്ലസ് 22 ഇൻറ്റു 4. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 7 പ്ലസ് 88. 7 പ്ലസ് 88 എത്രയാണ്? 95. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസസ് 21. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ x5 തന്നിട്ടുണ്ട് 21. 9th ടേം എന്ന് പറഞ്ഞാൽ x9 തന്നിട്ടുണ്ട് 41. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഡിഫറൻസ് കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക? x9 മൈനസ് x5 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5. x9 എന്ന് പറയുന്നത് 41 മൈനസ് 21 ഡിവൈഡഡ് ബൈ 4.
അപ്പോൾ എന്തായിരിക്കും ആൻസർ? 20/4. ആൻസർ എന്ത് കിട്ടി? 1. അപ്പോൾ x1 കാണാൻ എല്ലാവർക്കും അറിയാം അല്ലേ? x1 കാണാനുള്ള ഫോർമുല എന്താണ്? x1 ഈസ് ഈക്വൽ ടു xn മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി. xn എന്ന് പറഞ്ഞാൽ ഏത് ടേം വേണമെങ്കിലും ആകാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള x5 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ x5 ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 5 എന്ന് 1 കുറയ്ക്കുക. x5 മൈനസ് 4d. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x5 അറിയാം അല്ലേ? 21 മൈനസ് 4 ഇൻറ്റു 5. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 21 മൈനസ് 20. ആൻസർ എന്താണ്? 1. അത് കഴിഞ്ഞ് പിന്നെ എന്താ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ തേർഡ് ടേം? അപ്പോൾ നമ്മൾ x3 കാണാൻ xn ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ x3 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 പ്ലസ് 2d n മൈനസ് 1. n 3 ആണ് അല്ലേ? അപ്പോൾ x1 എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 പ്ലസ് 2 ഇൻറ്റു 5. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 1 പ്ലസ് 10. ആൻസർ എന്താണ്? 11. ഇതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. x4 61, x7 തന്നിട്ടുണ്ട് 31. എന്താണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ നമ്മൾ കുറേ ചെയ്തു അല്ലേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എന്താണ്? x7 മൈനസ് x4 ബൈ 7 മൈനസ് 4. x7 എന്ന് പറയുന്നത് 31 മൈനസ് 61. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഡിക്രീസിങ് ഓർഡറിലാണ് വരണത്. അത് കാരണം എന്ത് വരും? പേടിക്കേണ്ട. ചെറിയ നമ്പർ ആദ്യം വന്നു എന്ന് വെച്ചിട്ട് തെറ്റാണെന്ന് വിചാരിക്കേണ്ട. ഇവിടെ തന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഫോർത്ത് ടേം 61ഉം സെവൻത്ത് ടേം 31 ആണ്. അപ്പോൾ ഡിക്രീസിങ് ഓർഡറിലാണ് വരണത്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. 61 നിന്ന് 31 കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് സൈൻ കൊടുക്കുക. അപ്പോൾ മൈനസ് 30/3. അപ്പോൾ നമ്മൾ മൈനസ് 10 ആയിരിക്കും. ഡിക്രീസിങ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ വരും. ഇനി 10th ടേമാണ് ആദ്യം ചോദിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? നമുക്ക് ആദ്യം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. എന്നാൽ 10th ടേം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ടേം ആദ്യം കണ്ടുപിടിക്കുക. x1 കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ. x1 ഈസ് ഈക്വൽ ടു xn മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടേം ഒരു ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പോൾ x4 എടുക്കുക. x4 മൈനസ് 3d. അപ്പോൾ എന്ത് വരും? x4 എന്ന് പറയുന്നത് 61 മൈനസ് 3 ഇൻറ്റു, ശ്രദ്ധിക്കേണ്ട കാര്യം d മൈനസ് 10 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം വലുതായിരിക്കും. -3 ഇൻറ്റു -10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? പ്ലസ് ആയി മാറും. 3 ഇൻറ്റു 10 എന്താണ്? 30. മനസ്സിലാക്കി പഠിക്കാൻ. രണ്ട് നെഗറ്റീവ് വരുമ്പോൾ എന്തായി മാറും? പ്ലസ് ആയി മാറും. അപ്പോൾ എന്ത് വരും? 91. ഫസ്റ്റ് ടേം എന്താണ്? 91. സെക്കൻഡിൻ്റെ ആൻസർ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് കാണാൻ എളുപ്പമാണ്. x10 എന്ന് പറയുന്നത് a പ്ലസ് xn എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതുപോലെ x10 എന്ന് പറഞ്ഞാൽ എന്ത് വരും? x1 പ്ലസ് 9d. അപ്പോൾ x1 എത്രയാണ് നമുക്ക് കിട്ടിയത്? 91 പ്ലസ് 9 ഇൻറ്റു -10. ഡിഫറൻസ് മൈനസ് ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 91 മൈനസ് 90. 91 മൈനസ് 90. ആൻസർ എന്താണ്? 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 10 എന്ന് പറഞ്ഞാൽ x5 എത്രയാണ് തന്നിട്ടുണ്ട്? 10 ആണ് തന്നിട്ടുണ്ട്. പിന്നെ x10 തന്നിട്ടുണ്ട്. 10th ടേം ഈസ് 5. വാട്ട് ഈസ് ഇറ്റ്സ് 15th ടേം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് എന്താണ്? x10 മൈനസ് x5 ഡിവൈഡഡ് ബൈ 10 മൈനസ് 5 ചെയ്യുക. മൈനസ് x5 ബൈ 10 മൈനസ് 5 കണ്ടുപിടിക്കുക. x10 എന്ന് പറയുന്നത് 5 മൈനസ് 10 ബൈ 10 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5ൽ നിന്നും 10 പോയാൽ വലുതൊന്ന് ചേർത്ത് കുറച്ചിട്ട് 10 മൈനസ് 5 നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഡിഫറൻസ് എന്താണ്? -1 ആണ്.
ഇനി x1 കണ്ടുപിടിക്കുക. x1 കാണാൻ എന്താ നമ്മൾ ചെയ്യണത്? x5 ഏതെങ്കിലും ഒരു ടേം എടുക്കുക, എന്നിട്ട് അതിന്ന് 4 ടൈം x5 ആണ് എടുത്താലെങ്കിൽ 4 ടൈംസ് ഡിഫറൻസ് കുറച്ചാൽ മതി. കാരണം x5 കിട്ടാൻ നമ്മൾ d എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം കൂട്ടിയില്ലേ? അപ്പോൾ 4 പ്രാവശ്യം അത് കുറച്ചാൽ മതി. അപ്പോൾ x5 എന്ന് പറയുന്നത് 10 മൈനസ് 4 ഇൻറ്റു -1 കേട്ടോ. d മൈനസ് ആണ്. അപ്പോൾ എത്ര മൈനസ് വന്നു? 2 മൈനസ് വന്നില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10 + 4. അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിരിക്കും? 14. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. x15 കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? x1 + 14d. x1 എത്രയാണ്? 14 + 14 ഇൻറ്റു -1. അപ്പോൾ എന്ത് വരും? 14 - 14. പ്ലസും മൈനസും വന്നാൽ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ്. അപ്പോൾ 14 - 14 0. കണ്ടോ? 15th ടേം 0 ആയി. ഇനി എന്താ ചെയ്യണേ? 25th ടേം. 25th ടേം നെഗറ്റീവ് കിട്ടണം അല്ലേ? നോക്ക്. x1 + 25 - 1 24d. x1 എന്ന് പറയുന്നത് 14 + 24 ഇൻറ്റു -1. അപ്പോൾ എന്തായിരിക്കും? 14 - 24. അപ്പോൾ 14 + 24 ഇൻറ്റു -1. അപ്പോൾ എന്തായി? മൈനസായി. 14 - 24 ചെറുതെന്ന് വലുത് കുറയ്ക്കാൻ പറഞ്ഞാൽ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 24 നിന്ന് 14 കുറച്ചാൽ 10 ഏത് സൈൻ ഇട്ട് കൊടുക്കും? മൈനസ് സൈൻ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പേജ് നമ്പർ 21 എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞു. എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ ആൻസർ തരുന്നതാണ്. ഓക്കെ.